SFI തീരുമാനിക്കും ആർക്കാണ് ഏത് കോളേജിനാണ് സമ്മാനം നൽകേണ്ടത്. ഇന്നലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പൊട്ടിക്കരങ്ങിയ ലക്ഷണം നമ്മൾ കണ്ടു. മത്സരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളുടെ പേരുകൾ കൂടി ആർക്ക് വേണമെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. SFIയോട് ചേർത്ത് നിർത്താം. ഇതൊക്കെയാണ് അവരുടെ ഉന്നം. കലയെ കൂടെ അവർ കച്ചവടമാക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ യൂണിയനുകളുടെ നിയന്ത്രണം SFIക്കാണ്. അപ്പോൾ യൂണിയനാണ് സർവകലാശാലകളുടെ യുവജനോത്സവം സംഘടിപ്പിക്കുന്നതും അതിൻ്റെ നേതൃത്വവും എല്ലാം. എന്നാൽ നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ നിയന്ത്രണം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കുമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പിൽ സർവകലാശാലയുടെ മേൽനോട്ടം നാമമാത്രമാണ്. പൂർണ്ണമായും യൂണിയൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തേക്കാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്നത് സർവകലാശാല ഇതിനു വേണ്ടി ഓരോ സർവകലാശാലയും 30-50 ലക്ഷം രൂപ വരെ യൂണിവേഴ്സിറ്റി ഫണ്ട് യുവജനോത്സവത്തിന് വേണ്ടി യൂണിയൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ വ്യാപകമായി സ്പോൺസേഴ്സിനെ കണ്ടെത്തി പണം പിരിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി യുവജനോത്സവം ആകുമ്പോൾ പല വൻകിട സ്ഥാപനങ്ങളെയും ഹോട്ടലുകളെയും അഫിലിയേറ്റഡ് കോളേജുകളിലെ അൺഎയ്ഡഡ് കോളേജുകളിലെ മാനേജർമാരെല്ലാം സമീപിച്ച് യാതൊരു രസീതും കൂടാതെ ലക്ഷങ്ങൾ പിരിക്കുന്നുണ്ട്. ഇതും SFIയുടെ ഒരു വലിയ വരുമാന മാർഗമാണ്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ആർക്ക് സമ്മാനം കൊടുക്കണം, ആരായിരിക്കണം റാങ്ക് കിട്ടേണ്ടത് എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർവകലാശാല യൂണിയനാണ്. സർവകലാശാല യൂണിയൻ SFIയുടെ നിയന്ത്രണത്തിലാണ്. അവർ മറ്റ് മെറിറ്റ് വാങ്ങിച്ച് വരുന്ന മറ്റ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ, ഇപ്പോൾ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ ജയിച്ചു വന്നിട്ടുള്ള യൂണിയനുള്ള കോളേജുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അവരങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ആ മത്സരം ജഡ്ജസ് പാർഷ്യാലിറ്റി കാണിച്ചൊന്ന് റദ്ദാക്കുന്നു. ഇവിടെ യുവജനോത്സവം നിയന്ത്രിക്കേണ്ടത് വിദ്യാർത്ഥികളല്ല. ഇത് നിയന്ത്രിക്കുന്നതിന് സർവകലാശാല സംവിധാനം ഉണ്ടാക്കണം. സ്കൂൾ യുവജനോത്സവം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ കോളേജ് യുവജനോത്സവം നടക്കണം. ഇത് കേരള സർവകലാശാലയിൽ നടന്നതല്ല. കഴിഞ്ഞ മാസങ്ങളിൽ കണ്ണൂരും കോഴിക്കോടും MGയിലും നടന്ന യുവജനോത്സവങ്ങളിലും അവിടെയുള്ള യൂണിയന്റെ നിയന്ത്രണത്തിലാണ്, യൂണിയൻ SFIയുടെ നിയന്ത്രണത്തിലാണ്. SFI തീരുമാനിക്കും ആർക്കാണ് ഏത് കോളേജിനാണ് സമ്മാനം നൽകേണ്ടത്. അവർ ജഡ്ജസിനെ കണ്ടെത്തുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ ജഡ്ജസായിട്ട് കൊണ്ടുവരികയും അവർക്ക് നേരത്തെ തന്നെ കോളേജിൻ്റെയും കുട്ടികളുടെ ടീമിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയും ആ ഉദ്ദേശം മാർക്ക് വാങ്ങുകയും ചെയ്യുമ്പോൾ ഇവിടെ വളരെ വർഷങ്ങളായി ട്രെയിൻ ചെയ്ത് പണം മുടക്കി വരുന്ന കുട്ടികൾ നിരാശരാകും. ഇന്നലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പൊട്ടിക്കരങ്ങിയ ലക്ഷണം നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അവർ വളരെ സിൻസിയറായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെയുണ്ട്. യൂണിവേഴ്സിറ്റി അടുത്ത കാലങ്ങളിലാണ് യുവജനോത്സവങ്ങളിൽ മത്സരിച്ച് 1-2 റാങ്കുകൾ വാങ്ങുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രേസ് മാർക്കിലൂടെ അവർക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കുകയും അത് ഉന്നത പഠനത്തിന് സഹായമാവുകയും ചെയ്യും. വാസ്തവത്തിൽ നല്ലതാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന, കാരണം കലാകാരന്മാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ അത് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ സർവകലാശാലയുടെ ഉത്തരവാദിത്വമാണ് കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി നിഷ്പക്ഷമായി ഈ യുവജനോത്സവം നടത്തണമെന്നുള്ള കാര്യത്തിൽ. ഇപ്പോഴെന്താ, യുവജനോത്സവത്തിൻ്റെ പൂർണ്ണ ചുമതല യൂണിയൻ എടുത്തതിന് ശേഷം മത്സരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളുടെ പേരുകൾ കൂടി ഈ ഗ്രൂപ്പ് സോങ്ങിലും ഗ്രൂപ്പ് ഡാൻസിലും എല്ലാം എഴുതി കൊടുത്ത് ഗ്രേസ് മാർക്ക് വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് SFIയുടെ നേതാക്കൾ. ഈ അടുത്ത കാലത്ത് സംസ്കൃത സർവകലാശാലയിൽ അവിടെ ഒരു വിവാദം നടന്നു. അവിടെ വിദ്യാർത്ഥികൾ തന്നെ എഴുതി കൊടുത്തു, ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസിൽ ഇന്ന വിദ്യാർത്ഥി പങ്കെടുത്തിട്ടില്ല, ആ വിദ്യാർത്ഥിയെ കൂടി ഉൾക്കൊള്ളിച്ച് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന പരാതി വൈസ് ചാൻസലർ കൊടുത്തപ്പോൾ വൈസ് ചാൻസലർ ഇപ്പോൾ പുറത്തായിരിക്കുന്ന നാരായണൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ആ വിദ്യാർത്ഥി ആ ഗ്രൂപ്പിന്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചു എന്നാണ്. പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുട്ടി അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി യുവജനോത്സവം മാറി. അങ്ങനെ കേരള സർവകലാശാലയിലും അങ്ങനെ കുറുക്ക് വഴിയിലൂടെ SFI താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള യുവജനോത്സവത്തിൽ നടത്തിയ അട്ടിമറിയാണ്
സംഘർഷത്തിൽ കലാശിച്ചത്. വാസ്തവത്തിൽ അതിൽ വൈസ് ചാൻസലർ എടുത്ത നിലപാട് 100% സ്വാഗതാർഹമാണ്. അത്തരത്തിൽ ഒരു മത്സരം നടക്കുകയും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടന നടക്കുകയും ചെയ്യുമ്പോൾ നാളെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം കേരള സർവകലാശാല ആവർത്തിച്ചാൽ എനിക്കതിന് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല എന്നുള്ള ബോൾഡായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഞാൻ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേദനയുണ്ട്. ആ കുട്ടികളുടെ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി വീണ്ടും ഒരു മത്സരം നടത്തുക. അപ്പോൾ മത്സരങ്ങൾ നിഷ്പക്ഷമായിട്ട് നടത്തണം. മത്സരത്തിന്റെ ചുമതല വിദ്യാർത്ഥികൾക്ക് മാത്രം ഏൽപ്പിച്ചാൽ പോരാ, സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഈ സ്കൂൾ യുവജനോത്സവം നടത്തുന്ന രീതിയിൽ ഉത്തരവാദിത്തോടുകൂടി ജഡ്ജസിനെ ഉത്തരവാദിത്തോടുകൂടി എടുത്ത് വിധി പ്രസ്താവിച്ചാൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാവും. അവിടെയും SFIയുടെ കടന്നാക്രമണം നിയന്ത്രിക്കണം. അതുകൊണ്ട് SFIയോ KSCയോ അല്ലെ ABVP തുടങ്ങിയ സംഘടനകൾ വേണ്ട എന്നുള്ള അഭിപ്രായമില്ല. ഗ്രേസ് മാർക്ക് ഇവരുദ്ദേശിക്കുന്ന കുട്ടികൾക്ക് 1ാം സമ്മാനം കിട്ടിയാൽ ഗ്രേസ് മാർക്ക് കിട്ടും. ഗ്രേസ് മാർക്കിലൂടെ ഉയർന്ന മാർക്ക് വാങ്ങാം. അപ്പോൾ വരുന്ന BSc MSc പരീക്ഷയ്ക്കൊക്കെ ഉയർന്ന റാങ്ക് വാങ്ങാം. ഇത് മുകളിലോട്ടുള്ള പഠനത്തിന് സഹായമാകാം. നാളെ SFI ഉള്ളത് കൊണ്ടാണ് ഞാൻ റാങ്ക് വാങ്ങിയത്, SFI ഉള്ളത് കൊണ്ടാണ് എനിക്ക് MAക്ക് അഡ്മിഷൻ കിട്ടിയത് എന്ന് നാളെ പറഞ്ഞ് അവനെ SFIയോട് ചേർത്ത് നിർത്താം. ഇതൊക്കെയാണ് അവരുടെ ഉന്നം. അതിനെ കലയെ കൂടെ അവർ കച്ചവടമാക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊന്നും അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം യൂണിവേഴ്സിറ്റി യൂണിയൻ നിയന്ത്രിക്കട്ടെ. ജഡ്ജസിനെ നിയമിക്കുന്നതിൽ, ജഡ്ജ്മെൻറ്റുകൾ വാങ്ങുന്നതിൽ, 1ാം സമ്മാനക്കാരെ കണ്ടെത്തുന്നതിലൊക്കെ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസിൻ്റെ നിയന്ത്രണം ഉണ്ടാവണം. അതിനുവേണ്ട നടപടികൾ മേൽ കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ ഇനി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും യുവജനോത്സവം നടത്താവൂ. അതിനുവേണ്ട ഒരു നിമിത്തമായി മാറട്ടെ കേരള സർവകലാശാലയുടെ ഈ യുവജനോത്സവം.